ഹരേ കൃഷ്ണ. ജയ് ശ്രീ രാധേ രാധേ. വർഷങ്ങൾക്ക് മുമ്പ് 80കളിലാണ് ഒരു ശില്പി. അദ്ദേഹമാണെങ്കിലോ പരമദാരിദ്ര്യത്തിൽ കഴിയണ കാലമാണ്. അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണണമെന്നുള്ള ആഗ്രഹമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന്റെ ആഗ്രഹം സാധ്യമായില്ല. അങ്ങനെ വളരെ വിഷമത്തോടു കൂടി ആ കഴിയണ കാലത്ത് ആ ഇടയ്ക്ക് ആലുവയിലുള്ള അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ഇദ്ദേഹത്തെ കൂടി വിളിച്ചു. ശില്പിയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ക്ഷേത്രത്തിൽ പോകുന്നതിന്റെ തലേ രാത്രിയായി. അദ്ദേഹത്തിനാണെങ്കിലോ ഉറങ്ങാൻ സാധിക്കുന്നതേയില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്താ ഇപ്പോ ഗുരുവായൂരപ്പന് കൊടുക്കുക? തന്റെ കയ്യിലാണെങ്കിൽ ഒന്നും തന്നെയില്ല. അദ്ദേഹത്തിന് അതിയായ വിഷമമാവുകയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കും, എന്താ ഭഗവാനെ, ഗുരുവായൂരപ്പ നിനക്ക് ഞാൻ കൊണ്ടുതരിക എന്ന് ആലോചിച്ച് അദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരാശയം തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹം തന്റെ പണിശാലയിലേക്ക് പോവുകയാണ്. അപ്പൊ പണിശാലയിൽ ധാരാളം കളിമണ്ണുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്, ശില്പങ്ങൾ മെനയുന്ന. അതിൽ കുറച്ച് കളിമണ്ണെടുത്ത് അദ്ദേഹം ചെറിയ ചെറിയ ഉരുളകളാക്കി മണികൾ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അതിപുലർച്ചെ എണീറ്റ് ആ മണികളെല്ലാം വളരെ ശ്രദ്ധാപൂർവം, ഇപ്പൊ മണികൾ പൊട്ടിപ്പോകൂല്ലേ, ശ്രദ്ധാപൂർവം ഒരു ചരടിൽ കോർത്ത് ഒരു മാല പോലെ ആ പൊന്നു ഗുരുവായൂരപ്പന്റെ ആ സോപാനത്തിന്റെ മുന്നിൽ വന്നിട്ട് ആ മാല അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, പൊന്നു ഗുരുവായൂരപ്പ, എനിക്ക് അങ്ങേക്ക് തരുവാൻ ഈ മണ്ണ് കൊണ്ടുള്ള ഈ മണിമാല മാത്രമേ ഉള്ളൂ. സന്തോഷത്തോടുകൂടി സ്വീകരിക്കണേ ഭഗവാനെ, ഇത് ഞാൻ അങ്ങേക്ക് വേണ്ടി എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ നടയിൽ അത് സമർപ്പിക്കുകയാണ്. അനേക വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ ഗുരുവായൂർക്ക് വിളിപ്പിച്ചു. ആ ശില്പിയുടെ പേരാണ് രാമചന്ദ്രൻ. അദ്ദേഹം സൃഷ്ടിച്ചതാണ് ഇന്ന് നമ്മൾ ആ ശ്രീവത്സം കോമ്പൗണ്ടിൽ കാണുന്ന മരപ്രഭു എന്ന ആ ശില്പം. മണ്ണ് കൊണ്ടല്ലേ അദ്ദേഹത്തിനെ കൊണ്ടത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഗുരുവായൂരപ്പൻ. ഒന്നും മറക്കില്ല, തനിക്ക് തന്നിട്ടുള്ള ഒന്നും അദ്ദേഹം മറക്കില്ല. ആ ഗുരുവായൂരപ്പൻ, ആ പൊന്നു ഗുരുവായൂരപ്പൻ അങ്ങനെയാണ് ആ ഭക്തനെ കൈപിടിച്ചങ്ങോട്ട് ഉയർത്തുകയായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. നമ്മൾ സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിന് എന്ത് സമർപ്പിച്ചാലും അദ്ദേഹം ഏത് കൈകൾ നീട്ടി അത് സ്വീകരിക്കും. എന്റെ പൊന്നു ഗുരുവായൂരപ്പ എന്നങ്ങോട്ട് സ്നേഹത്തോട് ഇങ്ങോട്ട് വിളിച്ചു നോക്കൂ.